അതിനിടെ ദേശീയ നേതാക്കളെ കൂട്ടത്തോടെ പ്രചാരണത്തിനെത്തിക്കുകയാണ്. പ്രവർത്തകരിൽ ആവേശം തീർക്കുകയാണ് BJP. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഇന്ന് കേരളത്തിലേക്കെത്തും. ബേപ്പൂരിൽ അമിത്ഷാ റോഡ് ഷോ നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇരിങ്ങാലക്കുടയിൽ റോഡ് ഷോ നടത്തും. കേന്ദ്രമന്ത്രി JP നദ്ദ തലസ്ഥാനത്തും ദേശീയ നിർവാഹക സമിതി അംഗം K അണ്ണാമലൈ ദേവികുളം മണ്ഡലത്തിലും പ്രചാരണം നടത്തും. MG പ്രദേശ് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രദേശ്, ഒപ്പം ഈസ്റ്റർ ആശംസകൾ. എന്തായാലും ഇങ്ങെത്തി തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തി, പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. BJP കൂട്ടത്തോടെ ദേശീയ നേതാക്കളെ ഇറക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് പിന്നാലെ. ശ്രുതി, രജിത്ത, ഈസ്റ്റർ ആശംസകൾ. ഈ BJP ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ ഇന്നലെ പ്രധാനമന്ത്രിയെ വീണ്ടും കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ആവേശം BJP NDA ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 തവണയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കേരളത്തിൽ പര്യടനം നടത്തിയിട്ടുള്ളത്. ഒപ്പം വിവിധ ദേശീയ നേതാക്കളെ ഇറക്കിയാണ് BJPയുടെ അവസാനവട്ട പ്രചരണം. മാത്രമല്ല FCRI വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിലെത്തി അതിന് മറുപടി പറയുക കൂടി ചെയ്തത്. ദേശീയ നേതാക്കളടക്കം അത്തരത്തിൽ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ പ്രചരണ പരിപാടികളിൽ മുന്നോട്ട് പോകുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ കൂടി കേരളത്തിലെത്തുന്നുണ്ട്. ബേപ്പൂരിലാണ് ആദ്യം അമിത്ഷായുടെ റോഡ് ഷോ. അതിനുശേഷം കുന്നത്തുനാടിലും തിരുവനന്തപുരം കാട്ടാക്കടയിലും പൊതുയോഗങ്ങളിൽ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. അമിത്ഷായ്ക്ക് പുറമെ JP നദ്ദയും നിർമ്മല സീതാരാമനും അടക്കമുള്ള നേതാക്കളാണ് പ്രധാനമായും കേരളത്തിലെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം കേരളത്തിലെത്തിയിരുന്നു. ക്രൈസ്തവ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ നിലവിൽ അനുകൂല സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നുള്ള ഒരു വികാരം BJPക്ക് ഉണ്ട്. പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും, നേമത്ത് ഉൾപ്പെടെ വലിയ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പുള്ളത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങൾ ദേശീയ നേതാക്കളെ ഇറക്കിയുള്ള പ്രചരണത്തിലായിരിക്കും പ്രധാനമായും BJP നടത്തുന്നത്. എന്തായാലും വലിയ ആവേശം NDA BJP ക്യാമ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉണ്ട്. NDA ക്യാമ്പിന് ആവേശം പകരാൻ ദേശീയ നേതാക്കളെ ഇറക്കിയിരിക്കുകയാണ് BJP. ഏതായാലും MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.